ജോയിന്റ് കൗൺസിൽ ഇടുക്കി മേഖലാ സമ്മേളനം പൈനാവിൽ നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന. ഇടുക്കി പൈനാവ് AITC ഹാളിലാണ് ജോയിന്റ് കൗൺസിൽ ഇടുക്കി മേഖലാ സമ്മേളനം നടന്നത്. മേഖലാ പ്രസിഡന്റ് സജൻ NK അധ്യക്ഷത വഹിച്ച സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി PS സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് വെച്ചത് ആത്യന്തികമായി ഈ ഇന്ത്യയെ സ്നേഹിക്കുന്ന, ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരു ശരാശരി പൗരന്റെ ഉജ്ജ്വലമായ താക്കീതായി തെരഞ്ഞെടുപ്പ് ഫലം മാറി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ പാർലമെന്റിലെ അക്കപ്പൊരുക്കത്തെ കുറിച്ചോ അംഗബലത്തെ കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. 400+ എന്ന് പറഞ്ഞ് ഒഴിപ്പ് പറഞ്ഞവർക്ക് എക്സിറ്റ് പോളിൽ എല്ലാ ഏജൻസികൾക്കും അവർക്ക് 400 പരം സീറ്റുകൾ എണ്ണം പറഞ്ഞു കൊടുത്തപ്പോൾ ജൂൺ 4 എന്ന് പറയുന്ന തീയതിയിലേക്ക് എത്തിയപ്പോൾ അവിടെ വന്നപ്പോൾ 294 ചുരുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ BJP എന്ന കക്ഷിക്ക് കേവല ഭൂരിപക്ഷം പോലും നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ ബീഹാറിലെ നിതീഷ് കുമാറിനോടും അതോടൊപ്പം തന്നെ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനോടും അവരുടെ പിന്തുണ കത്തിന് വേണ്ടി 56 നെഞ്ചളവ് പറഞ്ഞ് കുറ്റം കൊണ്ട ഒരു പ്രധാനമന്ത്രി അവരുടെ വീട്ടുപടിക്കലേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. ഏകാധിപത്യം വീണു, ആരുടെ മുന്നിലേക്കും പോയേണ്ടതില്ല. പണ്ടുകാലത്ത് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഈ പറയുന്ന നേതാക്കന്മാർ ആരെങ്കിലും പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണണമെങ്കിൽ കാത്തിരിക്കാനും അതിനുവേണ്ടിയുള്ള അനുമതിക്കും വേണ്ടി എത്രയോ ദിനങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ പടിവാതിക്കൽ നിന്ന ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനുമെല്ലാം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആദ്യഘട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ വിളി അവരുടെ ഫോണിലേക്ക് എത്തുകയാണ് പറയുന്നത്. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ നിഷാമോൾ PS രക്തസാക്ഷി പ്രമേയവും ആതിരാമോൾ D അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KV സാജൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി രതീഷ് K പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മറ്റ് ഭാരവാഹികളായ ദീപു സണ്ണി, ജോൺസൺ പീറ്റർ, അജയ്കുമാർ S, MS ശ്രീകുമാർ, സത്യൻ TS, റെജി CR എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, ഇടുക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന. പ്രായഭേദമന്യേ ഏവർക്കും നീന്തൽ പരിശീലിക്കാം. മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം. പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുടെ സേവനം. കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും. സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന.